ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇപ്പോൾ ഗെയിമർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്നെത്തിയിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസിലാണ്. ആൻഡ് നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുന്നത് നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലാണ്. പക്ഷെ നമ്മൾ ഇന്നോട്ട് നമ്മൾ സർവൈവൽ വേൾഡിലായിരിക്കും ചെയ്യുന്നത്. കാരണം നമുക്ക് അത്യാവശ്യം സമയം കുറവാണ്. അപ്പം അത് സമയം നമ്മൾ കുറച്ചും കൂടെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അൺലിമിറ്റഡ് കോഡ് ഫാമാണ് സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് ഒരു പണി നിങ്ങൾ എടുക്കണ്ട, നിങ്ങളതൊന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പ് വീഡിയോ കാണുന്നതിലേക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലും നമ്മുടെ ചാനലിൽ ഇച്ചിരി ആൾക്കാരെ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ കുറച്ച് ടോർച്ച് വെക്കണം. ഞാൻ ഇച്ചിരി ടോർച്ച് എടുത്തോണ്ട് വരട്ടെ, എന്നിട്ട് രാത്രി മാറ്റിയിട്ടൊന്ന് രാവിലെ ആക്കാം. ഓക്കെ, അപ്പം നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു കോൾ ഫാം ആണ്. കോൾ ഫാം അല്ല, നമ്മുടെ ഇത് കൊബിൾ സ്റ്റോൺ ഫാം ആണ്. കോൾ ഫാമിൻ്റെ ആവശ്യമില്ല, നമുക്ക് കോൾ ഫാം ഓർഡർ ഉണ്ടാക്കിയായിരുന്നു. ഇവിടെ സാറ് പോണേ ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങാം. സോ നമുക്ക് നമ്മുടെ കൊബിൾ സ്റ്റോൺ ഫാം ഉണ്ടാക്കാൻ വേണ്ട സാധനമാണെന്ന് വെച്ചാൽ ഇത്ര സാധനം മതി. ഒരു സ്റ്റാക്കിൻ്റെ പകുതി സ്റ്റാക്ക് കൊബിൾ സ്റ്റോൺ, 4 സ്റ്റെയർ, ബ്രിഡ്ജ് സൈൻ 1, അല്ലെങ്കിൽ ഏതൊരു സൈൻ ബോർഡ് 1, വാട്ടർ ബക്കറ്റ് 4 വേണം. ഞാൻ ഇത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ലാവ 1 മതി, 4 ഹോപ്പർ. അതുപോലെ നമുക്ക് കുറച്ച് ചെസ്റ്റ് വേണം. ചെസ്റ്റ് ഒരു 8 ചെസ്റ്റ് മതി. ഞാൻ ചെസ്റ്റ് ഇതിനകത്ത് വെച്ചിട്ട് പോകുന്നു. ചെസ്റ്റ് വേണം, നമുക്കൊരു 8 ചെസ്റ്റ്, 8. ഓക്കെ, 8 ചെസ്റ്റ് വേണം. ഓക്കെ, നമുക്ക് എന്തായാലും സാധനമൊക്കെ ഞാൻ എൻ്റെ കയ്യിലേക്ക് എടുത്ത് വെച്ചേക്കട്ടെ. ഓക്കെ, ഇനി ഇതും കൂടെ മാറ്റേക്കാം. ഓക്കെ, സോ നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഈ ഒരു മൂലയ്ക്ക് വെച്ച് തുടങ്ങുന്ന, നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാം. സോ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ ചെസ്റ്റ് 4 റോ ആയിട്ട് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, 8 ചെസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഈ ചെസ്റ്റായിട്ട് നമ്മുടെ ഹോപ്പറെല്ലാം കണക്ട് ചെയ്യുക. അപ്പം ഇങ്ങനെ ഒന്ന് കണക്ട് ആയിട്ട് അങ്ങോട്ട് കയറി പൊക്കോളും. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ചുറ്റും ഒന്ന് ഇങ്ങനെ കവർ കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒന്ന് പിടിച്ചെടുക്കട്ടെ. എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒന്ന് കവർ ചെയ്ത്, ഇവിടെയും കവർ ചെയ്തിട്ട്, ഇവിടെ ഒന്ന് കവർ ചെയ്യുക. ഇത് ഇങ്ങനെ ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഈ ഒരു 4 ഭാഗത്തായിട്ട് നമ്മുടെ ഇത് വെച്ച് കൊടുക്കുക. സ്റ്റെയർ വെച്ച് കൊടുക്കുക ഇവിടെ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇവിടെ ഒരു ഹോൾ വിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. അടക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഇതിപ്പം ഇങ്ങനെ ഇരിക്കില്ല. ഇതാകുമ്പോൾ ഇത് ഓപ്പൺ ആയിരിക്കും. ഡബിൾ സൈഡ് ചെസ്റ്റ് ആയത് കാരണം ഓപ്പൺ ആയിട്ടില്ലല്ലോ. ഓപ്പൺ ആവുന്നില്ല പോയി. ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു സംഭവം സെറ്റ് ചെയ്യണ്ട കേട്ടോ. മാറിപ്പോയി, ചെറുതായിട്ട് എന്തോ ഒരു പ്രശ്നം പറ്റി. പക്ഷേ ഇങ്ങനെ തന്നെയാണ് എല്ലായിടത്തും ചെയ്തത്. പക്ഷെ ഓപ്പൺ ആവേണ്ടതാണല്ലോ. ഇത് ഓപ്പൺ ആയില്ല. ഓക്കെ, പ്രശ്നം എന്താ ഞാൻ കണ്ടുപിടിച്ചു. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വച്ച സ്ഥലം മാറിപ്പോയി. അതായത് നമ്മുടെ മുകളിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് വെക്കണം. കാരണം ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു പോയി ഞാൻ വെച്ചപ്പം. ഇതെന്തിരിത് മാറി കിരാനെ പറ്റിയോ. എൻ്റെ ഇത് പോയടാ, ഇവിടെ പോയടാ. ഓക്കെ, എനിക്ക് ജസ്റ്റ് ഒന്ന് വെക്കാൻ മാറ്റട്ടെ. ജസ്റ്റ് നമ്മൾ വെച്ചപ്പോൾ തിരിഞ്ഞു പോയി. അപ്പം ജസ്റ്റ് തിരിച്ചു വേണം. അതായത് സ്റ്റെപ്പ് വരുന്നത് ഇപ്പുറത്തെ സ്ഥലത്തായിരുന്നു. അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ മുകളിലാണ് സ്റ്റെപ്പ് വരാൻ. ഓക്കെ, ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ്. കിട്ടി. വൃത്തിയായിട്ടാൻ ഞാൻ വിചാരിച്ചാൽ അടിക്ക് വിടുന്നു. ഒരുത്തനെ തൊട്ട് ഞാൻ അടുത്തുള്ളൂ. ഓക്കെ, ഇനി തന്നെ ഞാൻ പിന്നെ വയ്ക്കോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് പോകാം. നമുക്ക് എന്തായാലും ഇതൊന്ന് പിടിച്ചെടുക്കട്ടെ. സോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ 4 ചെസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഹോപ്പർ ഇങ്ങനെ അതിനകത്ത് കണക്ട് ചെയ്യുക. ചെസ്റ്റിൻ്റെ മുകളിലായിട്ട് പണ്ടിറങ്ങാൻ വേണ്ടി സാധനം കൊണ്ട. ചെസ്റ്റിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യിക്കുക. ഒരെണ്ണം അതിനകത്ത് പോയിട്ടുണ്ട്. ഓക്കെ, ചെസ്റ്റിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോൺ നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഏതെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ജസ്റ്റ് ഹോൾ ഇട്ട് കൊടുക്കുക. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് മൈൻ ചെയ്യാൻ എളുപ്പം. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു സ്പേസ് വിട്ടിട്ട് ഇവിടെ കൂടെ ആണെങ്കിൽ മൈൻ ചെയ്യേണ്ടത്.
അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം എടുക്കുക. അല്ല, വെള്ളം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ സൈൻ ബോർഡ് എടുക്കുക. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് വെള്ളം എടുക്കുക. നമ്മുടെ വെള്ളം എടുത്തിട്ട് നമ്മുടെ വെള്ളം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അതിനിപ്പം അങ്ങ് അറ്റം വരെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എല്ലായിടത്തും ആയാ? ഓക്കെ, എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കോബിൾ സ്റ്റോൺ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. അയ്യോ, ഇത് ശരിക്കും പറഞ്ഞാണല്ലോ, അപ്പം ഇങ്ങനെ പണിയാട്ടോ. കോബിൾ സ്റ്റോൺ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. അതായത് ഇതിനകത്ത് എവിടെയൊക്കെയോ 2-3 കൂടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് കറക്റ്റ് എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഇത്രയുള്ള പരിപാടി തുറന്നു. ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ മുകളൊന്ന് കാരണം ഇതിൻ്റെ മുകളൊന്ന് കയറിയിട്ട് നമുക്ക് ഒരു ബക്കറ്റ് ലാവ മതി. എന്നിട്ട് ഈ ലാവ ജസ്റ്റ് ഇവിടെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അതായത് അങ്ങ് അറ്റത്ത് കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഇതിന് പറ്റുക. ഇനി ഇത്രയുള്ള പരിപാടി. ഇതിപ്പോൾ നമ്മുടെ ഇതിങ്ങനെ വന്ന് ഇവിടെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ജസ്റ്റ് മൈനിങ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഇതായിക്കൊണ്ടിരുന്നോളും. ആൻഡ് നിങ്ങൾ F3+T അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഷെയ്ഡേഴ്സ് ഉണ്ടെങ്കിൽ റീലോഡ് ആവും. അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നില്ല. ഇതിപ്പോൾ തന്നെത്താനാണ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ അടിച്ചു നോക്ക്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തന്നെത്താനാണ് ആവുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്തതിനകത്ത് അയ്യോ സ്ഥലം മാറിപ്പോണേ. എടാ സ്ഥലം മാറിപ്പോയി. വൃത്തിയായിട്ടോ വൃത്തിയായിട്ട് വന്ന് തള്ളി മാറ്റി നമ്മളെ. അത് കാരണമാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ചെയ്ത് തുടങ്ങാം. F3+T അത് അടിച്ചു കൊടുക്കുക, നിൽക്കുക. ആൻഡ് ഇപ്പം സമയം 11:25 നമുക്കൊരു 11:30 ആവുന്ന വരെ നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ കയ്യിലുള്ള പിക്കാക്സ് പൊട്ടിട്ടുണ്ട്. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് പോയി പിക്കാക്സ് എടുക്കട്ടെ. എല്ലാം അടുപ്പിച്ച് വയ്ക്കാം. ഇവിടെ അടിക്കട്ടെ. എൻ്റെ ഇത് ഒരു കാര്യം ഉറപ്പിക്കുക. കാരണം നിങ്ങൾ ഗ്രൈൻഡിങ്ങിന് FK പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇത് നമ്മുടെ അടുത്തൊന്നും ഒരു സോംബിയോ ഒന്നും വന്ന് ഫോൺ ആകത്തില്ല എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിച്ച് വയ്ക്കുക. അയ്യോ ഓക്കെ, സമയം ഇപ്പോൾ 11:28 കേട്ടോ. ഇതിനകത്ത് ഞാൻ ഒരു 31 വരെ ആക്കുവാണ്. കാരണം 1 മിനിറ്റ് നമ്മൾ അതിന് പോയി നിങ്ങൾ കൂട്ടി വേണ്ട 28 30 നമുക്ക് നോക്കാം. എന്തോരായ നോക്കാം. ഇപ്പോൾ ഓക്കെ, സമയം 11:30 ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ എസ്കേപ്പ് അടിച്ചു, അത് ഓഫായി. അപ്പോൾ നമുക്കിനി നോക്കാം. എനിക്ക് രാവിലെ ആയിട്ട് നോക്കാം. സോ ഇതുപോലത്തെ കുറേ വീഡിയോസ് ഞാൻ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെ പോയി കാണുക. കാരണം നമ്മൾ അത്രയ്ക്ക് പണി വിട്ട് തപ്പി പിടിച്ചാണ് ഞാൻ ഈ സാധനമൊക്കെ ചെയ്യുന്നത്. അപ്പം അതിനുള്ള വിലയെങ്കിലും നിങ്ങൾ തരിക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ജസ്റ്റ് തുറക്കാം. ആൻഡ് 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് കൂട്ടണ്ട. ഇത് ഞാൻ എടുത്തല്ലേ, ഞാൻ മറ്റേ ഇതിന് വേണ്ടി എടുത്താണ്. ഇത് താഴെയിരിക്കട്ടെ. 64 അല്ല, എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. സോ ഇത് രണ്ടും കൂട്ടണ്ട. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ കൂട്ടണ്ട. ഞാൻ ഇത് മാറ്റുവാണ്. 1 2 അടുത്തത് 2 എനിക്ക് 3 4 ഓക്കെ, 4 സ്റ്റാക്ക് കോബിൾ സ്റ്റോണും പിന്നെ 48 എക്സ്ട്രാ. 5 മിനിറ്റ് കൊണ്ട് എത്ര ഉണ്ടാക്കും? 4 സ്റ്റാക്ക് കേസ്. ഇത് നിങ്ങൾ വെട്ടിയെടുക്കാൻ നിങ്ങൾ എത്ര നേരം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കി. ചുമ്മാ എവിടെയെങ്കിലും പോയി അതിനിടയ്ക്ക് ഏതെങ്കിലും അടിയും കൊണ്ട് കല്ലും മേടിച്ച് കുറേ നേരം സമയം കളയാണ്ട് വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. ഞാൻ എപ്പോഴും ചെയ്യുന്നതും പറഞ്ഞു തരുന്നതൊക്കെ എളുപ്പമുള്ള വഴികളായിരിക്കും. അപ്പം മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്കുള്ള വീഡിയോ ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ വീഡിയോ ഷെയർ ചെയ്യേണ്ടതാണ്. കാരണം ഇതുപോലത്തെ ഒന്നും നിങ്ങൾ ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലത്തെ ഒന്നും നമ്മുടെ മലയാളത്തിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചാനൽ, എൻ്റെ ചാനലല്ലാണ്ട് വേറെ ചാനലിൽ പോലും കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ പറ്റും എനിക്ക് തോന്നുന്നു. ഓക്കെ ലീവ് ഇറ്റ്. എന്താണേലും നമ്മൾ ഇത്ര ഉള്ള നമ്മുടെ പരിപാടി ഏറ്റവും എളുപ്പം പരിപാടിയാണ്. ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുക. ജസ്റ്റ് F3 നിങ്ങൾ ചെയ്യുമ്പം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുക, ലൈക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ F3 T അടിക്കുക, F3 + T. ഓക്കെ, അത് അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ചെയ്യണം. നിങ്ങളുടെ മൗസിൽ നിന്ന് കൈ എടുത്തു, F3 + T അടിച്ച് കഴിഞ്ഞിട്ട് മൗസിൽ നിന്ന് കൈ എടുത്തു ആയിക്കോളും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ പോസ് ആക്കി കഴിഞ്ഞാൽ മതി, ആയിക്കോളും. സിമ്പിൾ, ഇത്രയുള്ള പരിപാടി. അപ്പം ഇപ്പോഴത്തേക്കും സൈൻ ഔട്ട്. പ്ലീസ് സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.